ഞങ്ങൾ രണ്ടൊരു ക്ലാസ് മീറ്റും കൂടെയാണ്. ഓക്കെ. ഈ ഗവൺമെന്റിന് ഒരു മൂന്നാം ഊഴം വേണം എന്ന് നാട്ടിലെല്ലാവരും ആഗ്രഹിക്കുന്നു. അപ്പൊ അത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. നിലമ്പൂരിലെ ജനങ്ങൾക്ക് പോലും അടിച്ചേൽക്കപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിൽ ഈ നിലമ്പൂരിലെ ജനങ്ങൾ ഒന്നാകെ വളരെ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ വേണ്ടി ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കിക്കൊടുത്തത് കരുത്തു പകരുന്ന ഈ ഗവൺമെന്റിന് ഒരു മൂന്നാം ഊഴം വേണം എന്ന് നാട്ടിലെല്ലാവരും ആഗ്രഹിക്കുന്നു. ആ മൂന്നാം ഊഴം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ആദ്യ പടിയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചാൽ കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വരാനുള്ള സാധ്യത കൂടും. അതുവഴി നമ്മുടെ നാട്ടിൽ കൂടുതൽ വികസന പദ്ധതികൾ വരും, ക്ഷേമ പെൻഷനുകൾ കൂടും, വീടില്ലാത്ത ബാക്കിയുള്ളവർക്ക് കൂടി വീട് ലഭിക്കും, നമ്മുടെ നാട് വളരും. അങ്ങനെ കേരളത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിലേക്ക് നയിക്കുന്ന LDFന്റെ മൂന്നാം ഊഴത്തിന് നാന്ദി കുറിക്കുന്നതായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണം. നിങ്ങൾ നേരിൽ കാണുന്നതിനും വോട്ടഭ്യർത്ഥിക്കുന്നതിനും വേണ്ടി ഈ വരുന്ന 19-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നിലമ്പൂർ മണ്ഡലത്തില് വികസനങ്ങൾക്ക് തുടർച്ചയുണ്ടാവണം. ആ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മതേതരത്വം ചോദ്യം ചെയ്യപ്പെടുന്നത് അവിടെ ആദ്യം നമ്മൾ നോക്കുന്നതോടെ സദാവേ നിലപാട് അറിയിക്കുമെന്നുള്ളത് നമുക്കറിയാം. ആ നിലപാടിന്റെ തുടർച്ചയാണ് നമ്മൾ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തിക്കുന്നത്. മുളപ്പാടം ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിലാണ് എൻ്റെ LP സ്കൂൾ. ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സ്വന്തം ഒരു ക്ലാസ് മീറ്റും കൂടെയാണ്. ഞങ്ങൾ രണ്ടൊരു ക്ലാസ് മീറ്റും കൂടെയാണ്. ഓക്കെ. എൻ്റെ പേര് ലിജോയ് ജെയിംസ് ജി. LDFന് വേണ്ടിയുള്ള പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ബാല്യകാല സുഹൃത്തുക്കളാണ്. മലയോര മേഖലയുടെ വികസന കുതിപ്പിനായി നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ LDF സ്ഥാനാർത്ഥി സഖാവികൾ സ്വരാജിന്